ഇന്നേക്ക് 26-ാം നാൾ കേരളത്തിൽ പൊതുതെരഞ്ഞെടുപ്പ്. ജനം എണ്ണുകയാണ്. 1, 2, 3, 4 26-ാം ദിവസം ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അന്തിമ തീരുമാനം ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ പുറത്തു വരും. 26 ദിവസം കൊണ്ട് ഈ ദുർഭരണം അവസാനിക്കുന്ന അന്തിമ തീരുമാനം ഉണ്ടാകും. അതാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. കൗണ്ട് ഡൗൺ ഫോർ 26 days. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയെല്ലാം തന്നെ നമ്മൾ ചർച്ചയിൽ രൂപങ്ങളിലെത്തിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രഖ്യാപനം, സാധാരണ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷന് 3-4 ദിവസം വൈകിലുണ്ടാവും. നമുക്കറിയാവുന്ന ഇത് ചെറിയ ഒരു അസൗകര്യം ഇതിനകത്തുള്ളത് ഹോളി വീക്സ് ആണ്. ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ വിഷുവാണ് ഏപ്രിൽ 14. നോമിനേഷൻ വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് 26 26 കഴിഞ്ഞ് കേവലം ഒരു 13 ദിവസം 14 ദിവസം മാത്രമാണ് പ്രചരണം. അതിൽ തന്നെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഹോളി വീക്സ് പോലെയുള്ള വിഷുവിൻ്റെ തയ്യാറെടുപ്പ് പോലെയുള്ള ദിവസങ്ങളും ഉണ്ട് കേരളത്തിൽ. അപ്പോൾ ഫലത്തിൽ പ്രചരണത്തിന് ദിവസം വളരെ കുറച്ച ഒരു ഇലക്ഷനാണ് ഈ ഇലക്ഷൻ എന്നുള്ളത് പറയേണ്ടി വരും. അല്ല, ബുദ്ധിമുട്ടാവുന്നല്ലേ. ഇലക്ഷൻ കമ്മീഷൻ സാധാരണ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ചെയ്യുമ്പോൾ പ്രഖ്യാപനം കഴിഞ്ഞ് നോട്ടിഫിക്കേഷന് ഇതുണ്ടാവുമായിരുന്നു. പോട്ടെ, അത് ഞാനിപ്പോൾ പറഞ്ഞില്ല. എന്തായാലും എത്രയും വേഗം ഇലക്ഷൻ നടത്താൻ ഞങ്ങൾ റെഡിയാണ്. ആ റെഡിയായിട്ടുള്ള ഇലക്ഷൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രചരണ പബ്ലിസിറ്റികൾ ഇങ്ങനെ തുരുതുര വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സർക്കാരിൻ്റെ ചെലവിൽ പ്രചരണമായിട്ട് കൊണ്ടുനടക്കുകയായിരുന്നു. എന്തായാലും അതിന്നത്തോടെ അവസാനിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൻ്റെ ഇടതു ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി UDF മുന്നോട്ട് വരികയാണ്. കേരള ജനങ്ങൾ അതിനായി കാത്തിരിക്കുകയുമാണ്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഒരു വിഷമം ഉണ്ടാവില്ല എന്ന് 1-2 ദിവസങ്ങൾക്കൊന്ന് പൂർത്തീകരിക്കും കംപ്ലീറ്റ്. എല്ലാത്തിനും മറുപടി ഉണ്ടാവും. ഒന്നിനും വിഷമിക്കണ്ട. അല്ല, എല്ലാത്തിനും മറുപടി ഉണ്ടാവും. കേരളത്തിലെ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും മികച്ച സ്ഥാനാർത്ഥി പട്ടികയുമായിട്ട് ഞങ്ങൾ വരും ദിവസങ്ങളിൽ വരും. ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഈ സർക്കാരിൻ്റെ ഈ ദുർഭരണത്തെ കഴിഞ്ഞ സത്യത്തിൽ 10 കൊല്ലമായിട്ട് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള മോചനത്തിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനയുമായി ജനങ്ങളുടെ മുമ്പിലേക്ക് പോകും. അതിലൂടെ ഞങ്ങൾ ജയിക്കും. അതൊക്കെ ആ തീരുമാനങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ ഏതൊക്കെ സീറ്റുകൾ എങ്ങനെയാണ് തീരുമാനം, നയപരമായ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തീരുമാനം. ഇല്ല, സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചിട്ടില്ല. അല്ല, അദ്ദേഹം വൈകാരികമായി സംസാരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹമായിട്ട് സംസാരിക്കും, കൃത്യമായിട്ട് സംസാരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.